ഇറാൻ ഭൂമിക്ക് അടിയിലും തുരങ്കത്തിലും പർവ്വതങ്ങൾക്ക് ഉള്ളിലുമൊക്കെ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നു എന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ട്. അതേപോലെ തന്നെ രഹസ്യമായ ചില കേന്ദ്രങ്ങൾ അമേരിക്കയിലുമുണ്ട്. ആണവായുധങ്ങൾ കൊണ്ടോ ഭൂകമ്പത്താലോ തകരാത്ത ഒരു സങ്കേതം. ലോകത്തെ ഏറ്റവും സുരക്ഷിതവും കരുത്തുറ്റതുമായ അമേരിക്കൻ സൈനിക കേന്ദ്രമാണത്. മനുഷ്യൻ ഇന്നേവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ നിർമ്മിതിയെന്ന് അറിയപ്പെടുന്ന കൊളറാഡോ സ്പ്രിങ്സിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ 2000 അടി താഴ്ചയിലുള്ള കടുപ്പമേറിയ ഗ്രാനൈറ്റ് പാറകൾക്കുള്ളിൽ നിർമ്മിച്ച ഷയാൻ മൗണ്ടൻ കോംപ്ലക്സ് ആണത്. ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ഖനനം ചെയ്ത് നിർമ്മിക്കുകയും 1966 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയും ചെയ്ത ഈ ഭൂഗർഭ നഗരം അമേരിക്കൻ ദേശീയ സുരക്ഷയുടെ നെടുന്തൂണാണ് എന്ന് തന്നെ പറയാം. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലത്താണ് ഇത്തരം സങ്കേതത്തിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആണവ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയ ഘട്ടത്തിൽ സുരക്ഷിതമായ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിൻ്റെ ആവശ്യം അവർക്കുണ്ടായിരുന്നു. ദീർഘദൂര സോവിയറ്റ് ബോംബറുകളിൽ നിന്നുള്ള പ്രതിരോധത്തിന് ഒരു വഴിത്തിരിവാകാനാണ് ഷയാൻ മൗണ്ടൻ രൂപകൽപ്പന ചെയ്തത്. ഇന്ന് അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളും പീറ്റേഴ്സൺ എയർഫോഴ്സ് ബേസിലേക്ക് മാറ്റിയെങ്കിലും നോറോഡിൻ്റെയും US നോർത്ത് കമാൻഡിൻ്റെയും സജീവമായ ഒരു ബദൽ കമാൻഡ് സെൻ്ററായി ഈ സങ്കേതം തുടരുന്നുണ്ട്. ഇത് വെറുമൊരു ബങ്കർ മാത്രമല്ല, നേരിട്ടുള്ള ആണവ ആക്രമണത്തെയോ ശക്തമായ ഭൂകമ്പത്തെയോ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ആണവ ജൈവ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 25 ടൺ വീതം ഭാരമുള്ള 2 കൂറ്റൻ ബ്ലാസ്റ്റ് ഡോറുകളാണ് പ്രവേശന കവാടത്തിലുള്ളത്. പർവ്വതത്തിനുള്ളിലെ 3 നിലകളിലുള്ള 15 കെട്ടിടങ്ങൾ 1000-ലധികം ഭീമൻ സ്റ്റീൽ സ്പ്രിങ്ങുകൾക്ക് മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു സ്ഫോടന സമയത്ത് മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഏത് ദിശയിലേക്കും നീങ്ങാൻ ഇത് അനുവദിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ കൊളറാഡോ പർവ്വതനിരകൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഭൂഗർഭ മിസൈൽ കേന്ദ്രം അമേരിക്കൻ സൈന്യം ഇന്നും ആശ്രയിക്കുന്നുണ്ട്. 110 ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ബ്ലാസ്റ്റ് ഡോറുകൾ ഉപയോഗിച്ചാണ് ഈ ലംബമായ നിർമ്മിതികൾ അടച്ചു വച്ചിരിക്കുന്നത്. ആകർഷകമായ ചരിത്രവും എഞ്ചിനീയറിംഗും ഒക്കെ ഉണ്ടെങ്കിലും ഷയാൻ മൗണ്ടൻ കോംപ്ലക്സ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അവിടുത്തെ സുരക്ഷ അതിശക്തമാണ്. സൈനിക ഉദ്യോഗസ്ഥർ ചുറ്റുമുള്ള പ്രദേശം 24 മണിക്കൂറും വലിയ ഡിസ്പ്ലേകളിൽ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേക അനുമതിയില്ലാത്ത ആരെയും ഉടൻ തന്നെ ആ പരിസരത്ത് നിന്നും അവർ തുടച്ചു നീക്കും. ഷയാൻ മൗണ്ടൻ കോംപ്ലക്സ് വെറുമൊരു സൈനിക താവളമല്ല, മറിച്ച് പർവ്വതത്തിനുള്ളിലെ ഒരു സ്വയംഭരണ നഗരം തന്നെയാണെന്ന് പറയാം. ഒരു ആണവയുദ്ധം ഉണ്ടായാൽ പോലും മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. നൂറുകണക്കിന് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കുമായി മികച്ച സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാവുന്ന അത്യാധുനികമായ ഡൈനിങ് ഹാൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ നൽകാൻ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം ഇവിടെ എപ്പോഴും സജ്ജമാണ്. പ്രാഥമിക ചികിത്സ മുതൽ ശസ്ത്രക്രിയകൾ വരെ നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ശാരീരിക ക്ഷമത നിലനിർത്താൻ ജിംനേഷ്യം പോലുള്ള സൗകര്യങ്ങളും ഈ പർവ്വതത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ചെറിയ കടകളും ഇതിനുള്ളിൽ ലഭ്യമാണ്. ഈ സങ്കേതത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂറ്റൻ ഡീസൽ ജനറേറ്ററുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പുറം ലോകത്ത് നിന്നുള്ള വൈദ്യുതിയോ വെള്ളമോ നിലച്ചാലും ഈ കേന്ദ്രം പ്രവർത്തിക്കും. പർവ്വതത്തിനുള്ളിലെ പാറക്കെട്ടുകൾക്കിടയിൽ പ്രകൃതിദത്തമായി രൂപപ്പെട്ട കൂറ്റൻ തടാകങ്ങളുണ്ട്. ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം ഉൾക്കൊള്ളുന്ന ഈ ജലസംഭരണികൾ കുടിക്കാനും മറ്റ് കൂളിംഗ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് ചോർത്താൻ കഴിയാത്ത രീതിയിലുള്ള അതീവ രഹസ്യമായ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ വഴി അമേരിക്കൻ പ്രസിഡന്റുമായും മറ്റ് ഉന്നത സൈനിക മേധാവികളുമായും ഇവർ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. വായുവിലൂടെയുള്ള രാസായുധങ്ങളോ ജൈവായുധങ്ങളോ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ അത്യാധുനിക എയർ ഫിൽട്രേഷൻ സംവിധാനങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പുറം ലോകത്ത് എന്തൊക്കെ തകർക്കപ്പെട്ടാലും ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഈ മലയുടെ ഉള്ളിലുണ്ട്.